നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരുന്നു. വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്ന പ്രവചനം ഇന്ന് രാവിലെ വന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ ഇനിയുള്ള 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയതോ ഇടത്തരം മഴയ്ക്കോ സാധ്യതയുണ്ടെന്നും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ ഇങ്ങനെ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. മഴയ്ക്കൊപ്പം തന്നെ ഇടിമിന്നൽ സാധ്യതയും പറയുന്നു. ഇന്ന് മണിക്കൂറിൽ 30 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. ഇടിമിന്നലുണ്ട്, അപകടകാരികളാണ്. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കുമൊക്കെ അപകടം സൃഷ്ടിക്കാനുള്ള, നാശനഷ്ടം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്നും ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം മെയ് 31 തുടങ്ങാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു സൂചനയും നമുക്ക് ഇതോടൊപ്പം ലഭിക്കുകയാണ്. ഇത്തവണ രാജ്യത്ത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സാധാരണയേക്കാൾ കൂടുതലായിരിക്കുമെന്ന പ്രവചനം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നതാണ്. വേനൽ കടുത്ത് സംസ്ഥാനത്തെ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്നെങ്കിൽ പോലും ഈ സമയത്ത് സാധാരണയിൽ കവിഞ്ഞുകൊണ്ട് വലിയ തോതിൽ തന്നെ വേനൽ മഴ കിട്ടിയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകളിലൂടെ പറയുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് മെയ് 31 കേരളത്തിൽ കാലവർഷം എത്തുന്നത്. ഇത് 4 ദിവസം മുന്നിലേക്കോ പിന്നിലേക്കോ ആകാൻ സാധ്യതയുണ്ട്. എന്ത് തന്നെ ആയിരുന്നാലും മെയ് 27 ജൂൺ 4 ഇടയ്ക്ക് കേരളത്തിൽ ഉറപ്പായും കാലവർഷം എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്ത് കിട്ടുന്ന കാലവർഷം പതിവിലും കൂടുതലായിരിക്കുമെന്നും പറയുന്നു. രാജ്യത്തിന്റെ ദീർഘകാല മഴ ശരാശരിയേക്കാൾ ഉയർന്ന തോതിലുള്ള മഴ ഇത്തവണ പ്രതീക്ഷിക്കുന്നു. മാർച്ച് മുതൽ സംസ്ഥാനം ചുട്ടുപൊള്ളും. ഇക്കാലയളവിൽ ശരാശരിയിലും കൂടുതൽ മഴ കിട്ടിക്കഴിഞ്ഞു. അൾട്രാവയലറ്റ് രശ്മികളുടെ വലിയ തോതിലുള്ള സാന്നിധ്യം ചൂട് ഭീകരമാക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. മാർച്ച് 1 മുതൽ ഇന്നലെ വരെ കേരളത്തിലാകെ 62% വേനൽ മഴ ലഭിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് സാധാരണ ഈ കാലയളവിൽ കേരളത്തിലാകെ 95.6 മില്ലിമീറ്റർ മഴയാണ് കിട്ടാറുള്ളത്. എന്നാൽ ഇത്തവണ കിട്ടിയത് 154.7 മില്ലിമീറ്റർ മഴയും. ഇടുക്കി ജില്ലയിൽ മാത്രമാണ് സാധാരണ നിലയിലുള്ള മഴ കിട്ടിയത്. മറ്റ് ജില്ലകളിലൊക്കെ ശരാശരിയിലും അധികം മഴ, അതല്ലെങ്കിൽ അതിലും വളരെയധികം മഴ കിട്ടിയെന്നാണ് കണക്ക്. ആലപ്പുഴ, എറണാകുളം, കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലകളിൽ അധികം മഴ കിട്ടിയെങ്കിലും മറ്റ് ജില്ലകളിൽ അതിലും വലിയ തോതിൽ മഴ പെയ്തിറങ്ങിയിട്ടുണ്ട്. ഇന്നാകട്ടെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 21 തീയതി മുതൽ 24 തീയതി വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പറയുന്നു. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പ്രത്യേകമായി പങ്കുവച്ചിട്ടുണ്ട്. കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ ഈ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിനോട് ഒരു കാരണവശാലും വിട്ടു നിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം. തുറസായ സ്ഥലത്ത് തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടണം. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കണം. പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഗ്രഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം ഉറപ്പായും വിച്ഛേദിക്കണം. വൈദ്യുതോപകരണങ്ങളുമായിട്ടുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് പ്രത്യേകം ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ ഒരു കാരണവശാലും നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരണം. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്നുള്ളത് ഓർക്കുക. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കണം. ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിലായിരിക്കണം അഭയം തേടേണ്ടത്. മഴക്കാറ് കാണുമ്പോൾ തുണികളെടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് ഒരു കാരണവശാലും പോകരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കളൊക്കെ കെട്ടിവെക്കണം. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കണം. ടാപ്പിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കണം. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കും. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഒരു കാരണവശാലും ഇറങ്ങരുത്. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ അവസാനിപ്പിച്ച് ഉടനെ തന്നെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ ഒരു കാരണവശാലും നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നുള്ള സമയത്ത് നിർത്തിവെക്കണം. പട്ടം പറത്തുന്നതും ഒഴിവാക്കണം. ഇടിമിന്നുള്ള സമയത്ത് ടെറസിലോ മറ്റു ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നതും അപകടകരമാണ്. വളർത്തു മൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടുകയും അരുത്.
അവയെ അഴിക്കാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടാനും മഴമേഘം കാണുന്ന സമയത്ത് പോകരുത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇടിമിന്നലേൽക്കാൻ കാരണമായേക്കും. അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസായ ഒരു സ്ഥലത്താണ് നിങ്ങൾ ഉള്ളതെങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തല കാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി പന്തുപോലെ ഉരുണ്ടിരിക്കണം. ഇടിമിന്നലിൽ നിന്നും സുരക്ഷിതമാകാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കാം. വൈദ്യുതോപകരണങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സർജ് പ്രൊട്ടക്ടറും ഘടിപ്പിക്കാം. മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ വരെ ചെയ്യാം. മിന്നലാഘാതമേറ്റ ആളിന്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഇല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകാൻ മടിക്കരുത്. മിന്നലേറ്റ ആദ്യത്തെ 30 സെക്കൻഡ് എന്ന് പറയുന്നത് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ്. മിന്നലേറ്റ ആളിന് ഉടൻ തന്നെ അതുകൊണ്ട് വൈദ്യസഹായം കൊടുക്കുക. കടലാക്രമണത്തിനടക്കം സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കുമൊക്കെ ജാഗ്രത പാലിക്കാനുള്ള മുന്നറിയിപ്പുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അപകട മേഖലകളിൽ നിന്നും മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറങ്ങുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കണം. ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന കാര്യത്തിൽ സംശയമില്ല. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. തീരശോഷണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ പുലർത്തുക, ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസായ ഒരു സ്ഥലത്താണ് നിങ്ങൾ ഉള്ളതെങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തല കാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി പന്തുപോലെ ഉരുണ്ടിരിക്കണം. ഇടിമിന്നലിൽ നിന്നും സുരക്ഷിതമാകാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കാം. വൈദ്യുതോപകരണങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സർജ് പ്രൊട്ടക്ടറും ഘടിപ്പിക്കാം. മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ വരെ ചെയ്യാം. മിന്നലാഘാതമേറ്റ ആളിന്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഇല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകാൻ മടിക്കരുത്. മിന്നലേറ്റ ആദ്യത്തെ 30 സെക്കൻഡ് എന്ന് പറയുന്നത് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ്. മിന്നലേറ്റ ആളിന് ഉടൻ തന്നെ അതുകൊണ്ട് വൈദ്യസഹായം കൊടുക്കുക. കടലാക്രമണത്തിനടക്കം സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കുമൊക്കെ ജാഗ്രത പാലിക്കാനുള്ള മുന്നറിയിപ്പുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അപകട മേഖലകളിൽ നിന്നും മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറങ്ങുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കണം. ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന കാര്യത്തിൽ സംശയമില്ല. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. തീരശോഷണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ പുലർത്തുക, ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത.